ഞാൻ നിങ്ങളെ ഇവിടുത്തെ വേറൊരു മെമ്പറിനെ പരിചയപ്പോ കുറെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്മയ്ക്ക് എന്താ അമ്മ അഭിപ്രായം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ പറഞ്ഞ കേക്കട്ടെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഞാനിന്ന് വെറുതെ ഒരു എൻ്റെ ഒരു ഈവനിങ് ഡേ അങ്ങനെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്യണം. ഞങ്ങൾ പറമ്പിലേക്ക് പോവാണ്. മെയിൻ ഉദ്ദേശം വിറകെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനുണ്ട്, അമ്മയുണ്ട്, അനിയത്തി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോവാണ് വെറുതെ. അപ്പോൾ കുറേ പേരായി പറയുന്നത് അവർക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. മീൻസ് ഞാനൊരു വൈഡ് ഏരിയയിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അമ്മ എന്ന് പറഞ്ഞു നമുക്ക് പറമ്പിൽ പോവാം, കുറച്ച് വിറകൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഒരു അതിൻ്റെ കുറച്ച് ബിറ്റ്സൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നെക്കാളും കൂടുതൽ കമൻസ്, അതായത് എന്നെ കണ്ടതിനേക്കാളും കൂടുതൽ കമൻസ് ആയിരുന്നു എൻ്റെ മോർണിംഗ് റുട്ടീന്. അമ്മേനെ കാണിച്ചില്ല പറഞ്ഞിട്ട്. അപ്പോൾ അമ്മേനെ കാണിച്ചു തരാം. പിന്നെ അനിയത്തിയെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ. പിന്നെ പപ്പ ഇവിടെ ഇല്ല, പപ്പ ജോലിക്ക് പോയിക്കാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ അമ്മേനും കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ ഈ വിറകെടുക്കൽ വ്ളോഗിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. അപ്പം അതേ ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് വർത്താനം പറയാൻ പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എടുക്കുന്നത് നടന്നിട്ടില്ല. അവിടെ തൊട്ട് മുകളിൽ മരങ്ങൾ മുറിക്കുക, മീൻസ് റബ്ബറൊക്കെ മുറിക്കുക. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ശബ്ദമാണ്, ഭയങ്കര നോയ്സാണ്. അപ്പോൾ ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈവനിങ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞാനല്ല ബാക്കിൽ വരാറ്, ഞാൻ ഏറ്റവും മുന്നിൽ അല്ലെങ്കിൽ നടുക്കാണ് വരാറ്. എൻ്റെ മുന്നിൽ പോകുന്ന 2 എണ്ണത്തിന് ക്യാമറയിൽ പെടുമ്പോഴുള്ള പേടി കൊണ്ട് മാത്രം അവർ എന്നെ ബാക്കിലേക്ക് നടത്താം കേട്ടോ. പക്ഷെ ഞാൻ അവർ കാണിച്ചിരിക്കും, അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അവർ ഞാൻ കാണിച്ചിരിക്കും. അപ്പം ഞാൻ കുന്നൊക്കെ ഇങ്ങനെ കയറാം കേട്ടോ. ഇതേ കണ്ടോ, ഇത്രയ്ക്ക് വലിയ കുന്ന് കയറണോ? ആ ബാക്കിൽ വരുന്ന അമ്മ, ആ തൊട്ട് മുകളിലുള്ളത് അനിയത്തി കേട്ടോ. ഇത്രയ്ക്കും വലിയ കുന്ന് ഞങ്ങൾ കണ്ടോ. ഇങ്ങനെ കയറി ഇനിയും പോകണം, ഇതൊന്നുമില്ല. അങ്ങനെ കയറി അങ്ങ് പോകണം. അതുവരെ ഭയങ്കര ഇതാട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് കുന്ന് കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാട്ടോ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങ് കയറി പോകണം. ഞങ്ങളുടെ പറമ്പെന്ന് പറയുന്നത് അങ്ങ് മുകളിലാട്ടോ. അതെന്ന് വെച്ചാലേ അവിടെ പറമ്പ് അവിടെ ദൂരത്താവാൻ കാരണം ഇവിടേക്ക് സ്ഥലം വാങ്ങി ഇവിടെ വീട് വയ്ക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് റബ്ബറൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മൾ വിറകൊക്കെ എടുക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ കുന്നും മലയും കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര കുന്നാട്ടോ, നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. അങ്ങ് കയറി പോകണം. ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ നടന്നങ്ങൾ കയറാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ ബാഗൊക്കെ എടുത്ത കാരണം തിരിച്ച് വരുമ്പോൾ എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയാം കേട്ടോ. തിരിച്ച് വരുമ്പോൾ തലയിൽ ചുമടുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഫോണൊന്നും തൂക്കി പിടിച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബാഗൊക്കെ എടുത്തു. അപ്പോൾ ഈ ഫോണും ട്രൈപോഡൊക്കെ ഇതിൽ വെക്കാറെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ. ഭയങ്കര വലിയൊരു എക്സസൈസാണിത്. അപ്പോൾ അതേ കണ്ടോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ തൊഴിലുറപ്പാർ കെട്ടിക്കുന്നതാ. അപ്പോൾ എൻ്റെ ഇതൊക്കെ റബ്ബറാണ്. ഇതൊന്നും ഞങ്ങളുടെ അല്ല, വേറെ ഓരോരാണ്. പക്ഷെ നമ്മൾ ഇതിൽ കൂടിയാണ് ഇങ്ങനെ കയറി പോകുന്നത്. 2 ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് കുന്നിൻ്റെ അവിടേക്ക് എത്തി. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നോ കണ്ടോ. ആ വീടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അതെൻ്റെ വീടല്ല, പക്ഷെ അവിടേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കയറി പോകണം കേട്ടോ. ഇനി അത് വലിയൊരു കുന്നാണ്. ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോഴാണ് ഏറ്റവും കുഴപ്പമുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ നാളായി ഇതിൽ കൂടെ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു കയ്യാല കെട്ടിയിട്ട് അമ്മയാണ് ഇവിടുത്തെ തൊഴിലുറപ്പിൻ്റെ മേറ്റ്, ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കമ്മിറ്റിത്തെ പ്രസിഡന്റ്. അപ്പോൾ ഇവിടെ കയ്യാലൊക്കെ കെട്ടിയവർ, കയ്യാല മീൻസ് ഈ മാട്ടം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം, എനിക്കറിയില്ല. കല്ലുകൊണ്ടൊക്കെ കെട്ടിയിട്ടേ അതൊക്കെ കെട്ടിയവർ നല്ല രസമായിട്ട് ഇങ്ങനെ തട്ട് പോലെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, വേലിയില്ലേ, ചൗക്കവടി വെച്ചിട്ടുള്ള വേലി, അതൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ കുറേ നാൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കയറി വരാൻ ഭയങ്കര മടിയാണ്. കാരണം ഇപ്പോൾ തന്നെ ഞാൻ കയറ്റച്ച് അയ്യോ മടുക്കും. ഞാൻ ദൂരം കയറ്റം കൊണ്ട് കയറി വന്നതെന്ന് അറിയോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. കാണിച്ചാൽ ഞാൻ ദൂരം കയറ്റം കയറി എത്തിയെന്ന്. ഞാൻ ഇത്രയ്ക്ക് കയറ്റം കയറി എത്തി. നോക്കി ആ അറ്റത്തത് അവിടെയാണ് ആ വീട് കാണുന്നത്. ആ വീടിൻ്റെ അവിടെ ഞാൻ വ്ളോഗ് തുടങ്ങിയത്. പക്ഷേ അതിന് മുന്നേ ഞാൻ കുറച്ച് നടന്നെത്തി. ഇത് ഇത്രയും കയറ്റം കൂടെ എത്തി. പക്ഷെ ഇതിലും
വലിയ ടാസ്ക് ഒന്നും ഈ കയറ്റം നമ്മൾ ഇറങ്ങി പോകുമ്പോഴാണ് നിൽക്കില്ല, നമുക്ക് ഒട്ടും കാലുമ ഗ്രിപ്പ് കിട്ടില്ല ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ, കയ്യാലൊക്കെ കിട്ടിയിട്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ ഒരു ചൗക്കക്കോല വെച്ച് വേലി കെട്ടിക്കുന്നത് കണ്ടോ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വേലി. ഞങ്ങളുടെ ഇവിടെ കമ്പി വേലിയൊന്നും അങ്ങനെ ആരും കെട്ടുമൊന്നുമില്ല, എല്ലാവരും ഈ ചൗക്കപ്പൊടി വെച്ചിട്ടുള്ള വേലിയാട്ടോ കേട്ടോ. അപ്പോൾ ഇതാണ് അവർ കെട്ടിക്കുന്ന വേലി. നമ്മൾ കെട്ടാൻ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ, തുണി അതൊക്കെ വെച്ചിട്ടാണ് അവർ വേലി കെട്ടിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടാ. ഇനി അത് ഞാൻ എടുക്കാൻ തന്നെ എനിക്ക് പലതും കേൾക്കും. അത് ഞാൻ കുറേ ഒന്നും എടുത്തില്ല. ഞങ്ങളെത്തി വിറകൊക്കെ പറക്കി ഇട്ടിട്ടുണ്ട്. ഇനി അമ്മ അത് കെട്ടാൻ പോവാട്ടോ. എന്നെ കാണുന്നുണ്ടോ ഇല്ല. അപ്പോൾ അതെ ഞങ്ങളവിടെ എത്തി മടുത്തിട്ടൊക്കെ അതൊക്കെ എടുത്തിട്ട് വിറക് പറക്കായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ എവിടെ ഈ സാധനം കൊണ്ടുപോയി ഞാൻ നടക്കില്ല. വിറക് പറക്കൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ വിറക് കൂട്ടിയിട്ടുണ്ട് കാണിച്ചിട്ട്. അതെ അമ്മ അതേ വിറക് കെട്ടി വെക്കാൻ പോണേ. കെട്ടിയിട്ടാണ് ഇനി എന്താ പറയുക, കെട്ടി തല വെച്ച് കൊണ്ടുപോകണമല്ലോ. അപ്പം ഞാൻ വിറക് കാണിച്ചു തരാം. ഞങ്ങൾ ഇത്രേ വിറക് പറക്കിയെടുത്തിട്ടുണ്ട്. ഇനി അമ്മ ഇവിടെ വിറക് കെട്ടി വയ്ക്കാനുള്ള തത്രപ്പാടിലാണ്. അമ്മ ഇങ്ങനെ 2 പ്ലാസ്റ്റിക് കൊള്ളിയൊക്കെ ഇട്ടിട്ട് വിറക് കെട്ടി വയ്ക്കാം കേട്ടോ. ഇനി ഇത് കെട്ടി വെച്ച് ഞങ്ങളുടെ തല കയറ്റി തരും. ഇതാണ് അതെ അമ്മ ഒരു വിറകും കെട്ട് സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഇത് ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ട് ഞാൻ പോവാം. എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ശരി, ഇങ്ങോട്ട് തുറന്നു വെച്ചു. ഞാൻ താങ്ങണോ? ഓക്കെ ശരിയായിട്ട്. അപ്പം ഞാൻ പോട്ടെ, എനിക്ക് വയ്യ, എനിക്ക് മടുത്തു. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഇവിടെ എത്തി, വെള്ളം കുടിച്ചു. അമ്മ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. അവളെവിടെയോ ഉണ്ട്. മടുത്തു കൂട്ടാ, കൊറേ നാളായി കയറി പോയിട്ട്. അതുകൊണ്ടാട്ടാ അമ്മ പോയി വന്നിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അടുത്ത് തുടങ്ങി ഞാൻ വർത്താനം പറയാൻ സമ്മതിക്കാണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഇത് കണ്ടോ, ഈ സാധനം ഈ പ്രശ്നം കാണുന്ന ഈ സാധനം അത് പറിച്ചു കളയലാണ് ഏറ്റവും വലിയ ടാസ്ക്. അയ്യോ, ഞാൻ കുറച്ചേരം ഇങ്ങനെ ഇരിക്കട്ടെ, വയ്യ വർത്താനം പറയാൻ. തലൊക്കെ വേദന എടുക്കുന്ന, തലവേദനയൊക്കെ എടുക്കുന്ന ഒട്ടും വയ്യ. ഇനി ഞാൻ കുറച്ച് കേട്ടാ. ഭയങ്കര ശബ്ദം കേട്ടോ അവിടെ പറഞ്ഞില്ലേ, റബ്ബ് മറ്റേ മരം മുറിക്കണേണ്ട ഭയങ്കര ശബ്ദമാണ്. ചിലപ്പോൾ കേൾക്കണ്ടായിരിക്കും, ഭയങ്കര ശബ്ദം കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ അപ്പം നമുക്കിനി ചായ വയ്ക്കാൻ പോവാം. ഈ വീട്ടിലത്തെ ചായ സ്പെഷ്യലിസ്റ്റ് ഞാനാട്ടോ, ഞാനാണ് ഇവിടെ ചായ വയ്ക്കുന്ന ആള്. അപ്പം നമുക്ക് വേഗം പോയിട്ട് ചായ വയ്ക്കാം. അമ്മ അവിടെ വിറക് കെട്ടിയിട്ട് അയച്ചിടാൻ പോയിട്ടുണ്ട്. നമുക്ക് വേഗം പോയിട്ട് ചായ വയ്ക്കാം. അതിന് മുന്നേ ഞാൻ നിങ്ങളെ ഇവിടുത്തെ വേറൊരു മെമ്പറിനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആള്. സേ ഹലോ പപ്പി, ഹലോ പറയൂ. ഉള്ളൂണ്ടല്ലോ ഭയങ്കര കുറുമ്പിയാട്ടാ. അപ്പോൾ മിസ് പപ്പി, ഇതാണ് ഞങ്ങളുടെ പപ്പി. പപ്പി അങ്ങോട്ട് നോക്കൂ, ക്യാമറയിൽ നോക്കൂ. ഇവൾക്ക് മേത്ത് കയറിന്ന് കഴിഞ്ഞാലേ ഭയങ്കര കുറുമ്പാ. ഉണ്ടാ ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ വിറകി പിടിച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. പപ്പി ഹായ് പറഞ്ഞേ. ഓക്കടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ തലോടിക്കൊണ്ടിരിക്കാൻ. എൻ്റെ കുഞ്ഞാണ് ഇവിടുത്തെ, എൻ്റെ കുഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ. ഇന്ന് തരിങ്ങനെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാവാട്ടോ. അവളെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കുമല്ലോ ഉജാലയിൽ മുക്കാനോന്ന്. കാരണം എന്ന് വെച്ചാലേ വെള്ള കളറായതുകൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് മുഷിയും. ഇവൾക്കാണെങ്കിൽ മണ്ണിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മണ്ണിൽ കളിക്കുന്നതുകൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് ആൾ മുഷിയും. അപ്പോൾ ഞാൻ ഇടയ്ക്കാൻ പഠിച്ചു നോക്കി, നമുക്ക് ഉജാല മുക്കാനൊന്നും ഉജാല മുക്കാൻ ഞാൻ മുഷിഞ്ഞറിയില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആള്. വീണ്ടും ഞാൻ തിരിച്ചടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് വേഗം ചായ വയ്ക്കാം. ഇതാട്ടോ അമ്മ. എൻ്റെ അടുത്ത് അന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, മറ്റേ വീഡിയോയിൽ അമ്മേനെ കാണിച്ചു കൊടുത്തില്ല, അമ്മേനെ കണ്ടില്ല എന്നുകൊണ്ട്. ഇതാട്ടാ നിങ്ങൾ അത്രയും കാണാൻ ആഗ്രഹിച്ച സുന്ദരിയായ എൻ്റെ അമ്മ. ഒരു ഹായ് പറഞ്ഞാട്ടെ. ഹായ്. എനിക്ക് എത്ര വയ്യ, പാവത്തിന് വയ്യ, മല കയറി ഇറങ്ങിയിട്ട് വയ്യ. അമ്മയ്ക്ക് എന്താ അമ്മ അഭിപ്രായം? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ പറഞ്ഞ കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ.
പറ. എന്തിട്ട് ഞാൻ പറയണ്ടേ? എന്തെങ്കിലും പറ. അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും നന്നായിട്ട് പോകട്ടെ. അതന്നെ, നന്നായിട്ട് വിജയത്തോടെ മുന്നേറാൻ പറ്റട്ടെ. പെട്ടെന്ന് 1 മില്യനൊക്കെ അടിക്കട്ടെ അല്ലേ? അല്ലേ? നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഇതാണ് ഞാൻ എന്റെ ചായയുമായി വന്നിട്ടുണ്ട്. ഇതാട്ടോ എന്റെ മഗ്. ഈ മഗ് വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല. ഇതാണ് എന്റെ ചായ. അപ്പൊ ഞാൻ ചായ കുടിക്കാണ്. ചായയുടെ കൂടെ നമുക്ക് കഴിക്കാനുണ്ട് റസ്ക്. അപ്പൊ ഞാൻ വേഗം എന്റെ ചായ എൻജോയ് ചെയ്യട്ടെ കേട്ടാ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ നിറച്ച് ആൾക്കാരൊക്കെ, അവിടെ മരം മുറിക്കാനുണ്ട്, നിറച്ച് ആൾക്കാരൊക്കെ. അപ്പം ഞാൻ അവിടെ അടുക്കള ഭാഗത്ത് വന്നിരുന്നു. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനി ഇന്നൊക്കെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത്, അതിൻ്റെ പരിപാടി നോക്കണം. പിന്നെ ഇപ്പം എന്താ, ഇപ്പം ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, അങ്ങനെ പഠിക്കാനാണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ഈവനിങ്. ഇതിപ്പോൾ ഒന്ന് അവിടെ പറമ്പിലേക്ക് പോയതുകൊണ്ടാട്ടോ. അതാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആദ്യം പറയേണ്ടതായിരുന്നു കേട്ടോ, മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ മാത്രമല്ല, ആരെങ്കിലും എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് അലീന, ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു കുഞ്ഞൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടായിരിക്കും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങൾ പറയൂട്ടോ, ഞാനിനി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കും. ഞാൻ ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അവിടെ ശബ്ദമായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാം. നിങ്ങൾ പറയട്ടോ, നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയട്ടോ. ഞങ്ങൾക്ക് ഞാനിങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിങ്ങനെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയട്ടോ. കാരണം എനിക്ക് മറ്റു 2 വീഡിയോ നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ പറയട്ടോ, ഞാനിങ്ങനെ പതുക്കെ കുഞ്ഞു വ്ളോഗൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.